Hi friends, we will talk about Android Go software. We will talk about Xiaomi phone Redmi Go. That's Android Go. But that's video sponsored by Delisio, the foodie app, is a multi-restaurant application. One restaurant food items select the order and speciality. By the Radhakrishna Patans Tudingi, Ella Pradana Pata hotel range in the application Play Store in the download link description. Android Go is Redmi Go is easy to Android Go is original Android version light version. This Facebook is Facebook software. That's a light version. Messenger is original. That's a light version. So, this is light. Android 8 Oreo light version Android Go. Ini പുതിയ വെർഷനുകൾ വരുമ്പോൾ അതിന്റെയൊക്കെ ലൈറ്റ് വെർഷൻസ് വരും. അപ്പോൾ ഇപ്പോഴേക്ക് Android 8 എന്ന് പറയുന്ന ഓറിയോ വെർഷന്റെ ഒരു ലൈറ്റ് വെർഷൻ, സൈസ് കുറഞ്ഞ ഒരു വെർഷനാണ്. എന്താണ് ഇതിന്റെ ഒരു സൈസ് എന്നുള്ളത് മനസ്സിലാക്കാൻ ഈസിയാണ്. അത് പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. അതുകൊണ്ടാണ് അത് എടുത്തു പറയുന്നത്. സാധാരണഗതിയിൽ 16 GB സ്റ്റോറേജ് ഉള്ള ഒരു ഫോൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് 8 GB 9 GB ഒക്കെ സ്റ്റോറേജ് ആണ് കിട്ടുക. ഫ്രീ ആയിട്ട് കിട്ടുക. പല സുഹൃത്തുക്കളും കമന്റ് വഴി ചോദിച്ചിട്ടുള്ളതാണ്. ഇതിന് ഇത്രേ കിട്ടുന്നുള്ളൂ. ഇത് വല്ല പ്രശ്നമാണോ എന്ന്. പ്രശ്നമൊന്നുമല്ല. ഈ ആൻഡ്രോയിഡ് ഫോണിനകത്ത് ആൻഡ്രോയിഡ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി കുറച്ച് സ്പേസ് ഉപയോഗിച്ചിട്ടുണ്ട്. ആ സ്പേസ് ആണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. 16 GB ഫോൺ എടുക്കുമ്പോൾ ബാക്കി ഒരു 8 GB 9 GB വെച്ച് ബാക്കിയുള്ള അത്രയും സ്പേസ് ഒരു 5-6 GB അല്ലെങ്കിൽ ഒരു 7 GB യോളം നമുക്കതിൻ്റെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളേഷന് വേണ്ടി എടുത്തിരിക്കുന്നതുകൊണ്ടാണ് അത്രയും സ്റ്റോറേജ് അവിടെ കുറയുന്നത്. അപ്പോൾ അത് അത്രയും വലിയൊരു സോഫ്റ്റ്വെയർ ആണ്. അത് വലിയ സോഫ്റ്റ്വെയർ നമുക്ക് വലിയ സ്റ്റോറേജ് ഉള്ള 64 GB അല്ലെങ്കിൽ 32 GB ഉള്ള ഫോണുകളാകുമ്പോൾ നമുക്കത് വലിയ ഇഷ്യൂ ആയിട്ട് നമ്മൾ ഫീൽ ചെയ്യില്ല. പക്ഷേ 16 GB 8 GB ഒക്കെ ഫോണുകൾ എടുക്കുമ്പോൾ അത്രയും വില കുറഞ്ഞ ഫോണുകൾ 5000-6000 റേഞ്ചിലുള്ള ഫോണുകൾ എടുക്കുമ്പോൾ ഇത്രയും സ്റ്റോറേജ് ഉണ്ടാവുള്ളൂ. അവിടെ ഇതൊരു ഇഷ്യൂ ആയി മാറും. കാരണം അവിടെ ആകെ 16 8 ഉള്ളൂ. അതിനകത്ത് ഇത്രയും വലിയൊരു സോഫ്റ്റ്വെയറിൻ്റെ സ്പേസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ സ്പേസ് ഇല്ല, ഫ്രീ സ്പേസ് വളരെ കുറവായിരിക്കും. പിന്നെ മെമ്മറി കാർഡ് ഇടാനൊക്കെ നിൽക്കണം. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട്. ആ ഒരു ഘട്ടത്തിലാണ് ആൻഡ്രോയിഡ് ഗോ എന്ന സംഭവം ഇറങ്ങുന്നത്. ഇതിന് സൈസ് കുറവാണ്. അവർ പറയുന്നത് 2 ഇരട്ടിയൊക്കെ ഫ്രീ സ്പേസ് കിട്ടുമെന്നാണ്. അപ്പോൾ അതായത് ഇപ്പോൾ 8 GB കിട്ടുന്നുള്ളെങ്കിൽ നാളെ നമുക്കത് 10-14 GB വരെ കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയൊക്കെ കിട്ടുമെന്നുള്ള കാര്യം നമുക്കറിയില്ല. അത് വന്നാൽ തന്നെ അറിയുള്ളൂ. എങ്കിലും കാര്യമായ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. അപ്പോൾ സ്റ്റോറേജ് കുറച്ചും കൂടി കൂടുതൽ ഫ്രീ കിട്ടും. 16 GB എന്ന് പറയുമ്പോൾ ചിലപ്പോൾ 13 ഒക്കെ കിട്ടാനുള്ളൊരു സാധ്യതയുണ്ടെന്നാണ് ഇതിൻ്റെ ഒരു മീനിങ്. അപ്പോൾ ലൈറ്റ് വെർഷൻ ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയറിൻ്റെ ലൈറ്റ് വെർഷനാണ് ആൻഡ്രോയിഡ് ഗോ. ഒപ്പം തന്നെ ഒരു കാര്യം കൂടി പറയുകയാണ്. ഇതിൻ്റെ ഒപ്പമുള്ള ആപ്ലിക്കേഷനുകൾ ഗൂഗിളിൻ്റെ ആപ്ലിക്കേഷനുകളായ യൂട്യൂബ്, അതേപോലെ ജിമെയിൽ, ഗൂഗിൾ മാപ്പ്, ഇതെല്ലാം ഗോ വെർഷനുകളാണ്. യൂട്യൂബ് ഗോ, ജിമെയിൽ ഗോ, അങ്ങനെ എല്ലാം ഗോ വെർഷൻ എന്ന് വെച്ചാൽ ലൈറ്റ് വെർഷനുകളാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റണ്ണിങ്ങും സ്മൂത്ത് ആയിരിക്കും. ഓൾറെഡി ഇപ്പോൾ 1 GB റാമേ ഉള്ളൂ, അല്ലെങ്കിൽ 512 GB അങ്ങനെയുള്ള റാം, 512 MB അങ്ങനെയുള്ള റാമുകളൊക്കെയാണ് ഉള്ളതെങ്കിൽ പോലും, റാം കുറവാണെങ്കിൽ പോലും വർക്ക് ചെയ്യും. കാരണം ഇതിനകത്ത് ലൈറ്റ് വെർഷൻസ് ആണ് ഓരോ സോഫ്റ്റ്വെയറിൻ്റെയും വരുന്നത്. അപ്പോൾ ലൈറ്റ് ആയതുകൊണ്ട് തന്നെ അതൊക്കെ റൺ ചെയ്യാൻ സ്മൂത്ത് ആയിരിക്കും. അപ്പോൾ മൊത്തത്തിൽ ഈ ഒരു സംഭവം ലൈറ്റ് വെയിറ്റ് ആണ്, സ്റ്റോറേജ് ഫ്രീ കിട്ടും, പെർഫോമൻസ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഹാങ് ആവാതെ കുറച്ചുകൂടിയും ബെറ്റർ ആയ രീതിയിൽ വർക്ക് ചെയ്യുന്നുള്ളത് ആൻഡ്രോയിഡ് ഗോ എന്ന് പറയുന്ന ഈ ഒരു ആൻഡ്രോയിഡ് വെർഷൻ്റെ പ്രത്യേകതയാണ്. ആൻഡ്രോയിഡ് ഗോ എന്ന് പറയുന്ന ഈ ഒരു സോഫ്റ്റ്വെയർ വെച്ചുകൊണ്ട് വരുന്ന ഷവോമിയുടെ പുതിയ ഫോണാണ് റെഡ്മി ഗോ. ബഡ്ജറ്റ് റേഞ്ചിൽ 5000 രൂപയിൽ താഴെ തന്നെ കിട്ടുന്ന ഒരു നല്ല വർക്കിംഗ് കണ്ടീഷനുള്ള നല്ലൊരു ഫോണായിരിക്കും റെഡ്മി ഗോ. എന്തൊക്കെയാണ് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ നോക്കി കഴിഞ്ഞാൽ 5 ഇഞ്ച് HD ഡിസ്പ്ലേ ആണ് വരുന്നത്. 16:9 എന്ന് പറയുന്ന സാധാരണ ആസ്പെക്ട് റേഷ്യോ ആണ്. റിയർ സൈഡിൽ പ്ലാസ്റ്റിക് ഒക്കെ ആയിട്ട് നല്ല സാധാരണ ഒരു ഫോൺ, ആ പ്രൈസ് റേഞ്ചിൽ ആക്സെപ്റ്റബിൾ ആയ നല്ലൊരു ഫോണാണ്. ഇതിൻ്റെ പെർഫോമൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ പ്രോസസർ സ്നാപ്ഡ്രാഗൺ 425 ആണ്. ആ റേഞ്ചിൽ നല്ല പ്രോസസർ തന്നെയാണ്. അതിൻ്റെ ഒപ്പം തന്നെ 1 GB റാമും 8 GB സ്റ്റോറേജും ഡെഡിക്കേറ്റഡ് SD കാർഡ്, സെപ്പറേറ്റ് SD കാർഡുള്ള സ്ലോട്ട് ഉണ്ടായിരിക്കും. 2 സിം സപ്പോർട്ട് ചെയ്യും. അങ്ങനെ നല്ലൊരു പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റ്. 8 MP റിയർ ക്യാമറയുണ്ട്, 5 MP സെൽഫി ക്യാമറയുണ്ട്. അപ്പോൾ ആ റേഞ്ചിലേക്ക് പറ്റിയ നല്ലൊരു ക്യാമറ സെറ്റപ്പുമായി 3000 mAh എന്ന് പറയുന്ന തരക്കേടില്ലാത്തൊരു ബാറ്ററി ഉണ്ട്. അപ്പോൾ നല്ലൊരു ഫോണാണ്. ആ ഒരു 3000-4000 റേഞ്ചിലാണ് ഇത് വരുന്നെങ്കിൽ ഒന്നും പറയാനില്ല. നല്ല സ്മൂത്തായ ആൻഡ്രോയിഡ് ഗോ എന്ന സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് നല്ല സ്മൂത്തായ പെർഫോമൻസ് ഉള്ള വാല്യൂ ഫോർ മണി ആയ ഒരു പ്രൊഡക്റ്റായിട്ട് തന്നെയായിരിക്കും റെഡ്മി ഗോ നമ്മുടെ മുമ്പിലേക്ക് വരിക. അപ്പോൾ കൂടുതൽ വിശദാംശങ്ങൾ ഇതിനെക്കുറിച്ച് ഒന്നും അറിവായിട്ടില്ല. ഈ പ്രൈസിൽ ഈ പറഞ്ഞ സ്പെസിഫിക്കേഷൻസിൽ ആൻഡ്രോയിഡ് ഗോയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ ആ ഫോൺ വന്നതിന് ശേഷം നമ്മൾ പറയാം. ആൻഡ്രോയിഡ് ഗോയും റെഡ്മി ഗോയും ഒക്കെ ഒന്ന് മനസ്സിലാക്കാൻ ഈ വീഡിയോ സഹായിച്ചെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായി തോന്നിയാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. ഒപ്പം തന്നെ ഷെയർ ചെയ്ത് കൊടുത്തും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോ കണ്ടുമുട്ടാം.